ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ചാരത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച ഒരു യാത്ര. പേത്രത്ത ഞായറാഴ്ച ആരംഭിച്ച് പിറ്റേ ദിവസം വിഭൂതി തിങ്കളിൽ 2-ാം അധ്യായം തുറന്ന് ചാരത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച ഒരു യാത്ര ഉയിർപ്പിൻ്റെ ഹല്ലേലൂയ ഗീതത്തിൻ്റെ ഈ ദിവസത്തോളം എത്തിയിരിക്കുകയാണ്. 50-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒത്തിരി പറയാനുണ്ട്, നന്ദിയുടെ വാക്കുകൾ. പക്ഷേ അത് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ ഇന്നത്തെ മെയിൻ എപ്പിസോഡിലേക്ക് പോകാൻ പറ്റിയില്ലെന്ന് വരും. കാരണം നിങ്ങളെക്കാൾ അധികം ദൈവകൃപ, പരിപാലന ഞാൻ അനുഭവിച്ച 50 നാളുകളാണ് ഈ കടന്നുപോയത്. അപ്പം അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അവസാനമേ അത് പറയുന്നുള്ളൂ. കാരണം 50-ാം നാളിൻ്റെ പഠിപ്പീര്, 50-ാം ദിവസത്തിൻ്റെ ധ്യാനം നമുക്ക് കിട്ടണമല്ലോ. അതിൻ്റെ അവസാനം ഈ യാത്രയെ നമുക്ക് മെല്ലെ കൺക്ലൂഡ് ചെയ്യാം. മാർഗം അത് യാത്രയായിരുന്നു. ഈ യാത്ര അതിൻ്റെ അവസാന നാളിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബൈ ഹിസ് വൂൺസ് വി ആർ ഹീൽഡ്. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ മുറിവുകളാൽ നമ്മൾ സുഖപ്പെട്ടു. 50-ാം നാളിൽ പറഞ്ഞേൽപ്പിക്കുന്നത് ഹിയർ ആഫ്റ്റർ വി മസ്റ്റ് ലിവ് ആസ് റിഡീംഡ് പീപ്പിൾ. രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമായി നാം ഇനി ജീവിക്കണം. വി ആർ ഹീൽഡ് ബൈ ഹിസ് വൂൺസ്. അവൻ്റെ മുറിവുകളാലെ നമ്മൾ സുഖമാക്കപ്പെട്ടു, നാം സൗഖ്യം പ്രാപിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഈ യാത്ര, ദൈർഘ്യമേറിയ ഈ യാത്ര അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഗത്സമനയിൽ കർത്താവിൻ്റെ കൂടെ നിന്നായിരുന്നു. അവൻ്റെ ഒറ്റിക്കൊടുക്കലിൻ്റെ നേരത്ത്, വിചാരണയുടെ നേരത്ത്, അവന് നേരിടേണ്ടി വരുന്ന അവഗണനയുടെ നേരത്ത് കർത്താവിൻ്റെ സമീപത്ത് നമ്മളുണ്ടായിരുന്നു. കുരിശ് നമ്മളിങ്ങനെ നെഞ്ചിടിപ്പോടെ കണ്ടു നിന്നതാണ് ഈ യാത്രയിൽ. കാൽവരിയിൽ നമ്മളും ഉണ്ടായിരുന്നു. കല്ലറയുടെ നിശബ്ദതയിലേക്ക് ഈശോയോടൊപ്പം നമ്മൾ പ്രവേശിച്ചായിരുന്നു. അങ്ങനെ ഈ യാത്ര ദൈവയുടെ ഇങ്ങനെ മെല്ലെ പര്യവസാനിക്കുന്നു. ഇപ്പോൾ യാത്രയുടെ അവസാനം മുഴങ്ങുന്ന ആ മുഴക്കം അത് സഹനത്തിൻ്റെ നിലവിളിയല്ല. 50 നാളിൻ്റെ യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് സഹനത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ, വിലാപത്തിൻ്റെ നിലവിളിയല്ല, മറിച്ച് രൂപാന്തരീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദ പ്രൊക്ലമേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരീകരണത്തിൻ്റെ കാഹളം മുഴങ്ങുകയാണ് നമുക്ക് ചുറ്റും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം. യെശയ്യാ 53:5 ബൈബിൾ എടുക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിളിൽ ഈ ഭാഗം വരച്ചിടണം. യെശയ്യാ 53:5. 53:5 അവസാനത്തെ വാക്യം. അത് 2-3 വാക്യങ്ങളുണ്ട്. അതിൽ 53:5 അവസാന ഭാഗം എടുത്തേ. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ബൈ ഹിസ് വൂൺസ് വി ആർ ഹീൽഡ്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ടാഗ് ലൈനായിട്ട് വെക്കാവുന്നതാണ്. ജീവിതത്തിൻ്റെ സമ്മറി ആയിട്ട് ഒരുപക്ഷെ നമ്മുടെ മേശയിലോ, നമ്മുടെ പേഴ്സിലോ, നമ്മുടെ വണ്ടിയിലോ, നമ്മുടെ ഒരു സ്റ്റേറ്റസ് ആയിട്ടോ ഒക്കെ വെക്കാവുന്നതാണ്. ബൈ ഹിസ് വൂൺസ് ഐ ആം ഹീൽഡ്. അവൻ്റെ മുറിവുകളാൽ ഞാൻ സുഖമാക്കപ്പെട്ടു എന്നത്. ഇനി മുതൽ ആ മുറിവുകൾ, കർത്താവിൻ്റെ മുറിവുകൾ പരാജയത്തിൻ്റെ അടയാളമല്ല, അത് വിജയത്തിൻ്റെ അടയാളമാണ്. കർത്താവ് കുരിശിൽ മുറിവുകളെ മായ്ച്ചു കളയുകയല്ല. കുരിശിലേറ്റ മുറിവുകളെ കർത്താവ് മായ്ച്ചു കളഞ്ഞില്ല. പിന്നെയോ ആ മുറിവുകളെ തന്നെ കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. മുറിവേറ്റെടുത്ത് ആ മുറിവിനാലെ സൗഖ്യം സമ്മാനിക്കുകയാണ്. അവൻ അനുഭവിച്ച വേദനയാലെ നമ്മളിലേക്ക് കൃപ ഒഴുകുകയാണ്.
അവൻ ഏറ്റെടുത്ത മരണത്താലെ നമുക്ക് ജീവൻ ലഭിക്കുകയാണ്. ഇതാണ് കുരിശിൽ സംഭവിച്ചത്. ഈ മാർഗത്തിൻ്റെ യാത്രയിൽ നമ്മൾ കണ്ടത് കുരിശ്, അതായത് അവൻ ഏറ്റെടുത്ത പാടുപീഡകൾ, അവൻ വഹിച്ച കുരിശ്, അവനെ തറച്ച കുരിശ്, അവൻ പുൽകിയ മരണം ആത്യന്തികമായി നമ്മളെ നയിക്കുന്നത് പുതിയ ജീവിതത്തിലേക്കാണെന്ന്. നമ്മളെ പുതുക്കുകയായിരുന്നു കർത്താവ് ഈ മാർഗത്തിലൂടെ. നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയായിരുന്നു ഈ മാർഗത്തിലൂടെ. അപ്പോൾ സംഭവിച്ചത്, ശരിക്കും ഞാനതിൻ്റെ കോയിൻസിഡൻസിനെ അത്ഭുതത്തോടെ കാണുകയാണ്. ഇന്ന് ഇതിന് തൊട്ട് മുമ്പ് നിങ്ങളിലേക്ക് എത്തിയ നമ്മുടെ പുതിയ ശുശ്രൂഷ ടെഡ് ദ 8th ഡേ, അതിൻ്റെ 1ാമത്തെ എപ്പിസോഡ് ചാപ്റ്റർ എന്തായിരുന്നറിയാമോ? കേട്ടവർക്കറിയാം, ഇത് തന്നെയാണ് പുതിയ സൃഷ്ടി. ശൂന്യമായ കല്ലറയും പുതിയ സൃഷ്ടിയും. അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ കർത്താവേ നിൻ്റെ പരിപാലനയെ ഞാൻ വാഴ്ത്തുന്നു. മാർഗം അവസാനിക്കുന്നിടത്ത് ടെഡ് ആരംഭിക്കുകയാണ്. അതെങ്ങനെയാണ്? ഇതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ ഏറ്റവും എളിമയോടെ നിങ്ങളോട് പറയട്ടെ, ഇതൊന്നും പ്ലാൻഡ്. ഇപ്പം നാളത്തെ ടെഡ് എങ്ങനെയായിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 50 നാളിൻ്റെ ഈ മാർഗം ഓരോ ദിവസവും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ നാളെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് മെല്ലെ ഇവോൾവ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഘടനയിൽ കർത്താവ് ഇതിനെ ഷെയ്പ്പ് ചെയ്ത് തന്നു. മാർഗം അവസാനിക്കുന്നിടത്ത് പുതിയ ജീവിതം ആരംഭിക്കും. ഇന്നത്തെ നമ്മുടെ വാക്യം 1 പത്രോസ് 2:24. ബൈബിൾ എടുത്തേ, 1 പത്രോസ് 2:24. 1 Peter chapter 2 verse 24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അതു നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അടുത്ത വാക്യം യെശയ്യാ ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 20:27, ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 27, അവിടെ നമ്മൾ ആ വാക്യം ഓർത്തു വച്ചേക്ക്. നമ്മൾ കാണുന്നത് തോമായെ ഈശോ ക്ഷണിക്കുകയാണ്. തോമാസ് ലീഹായെ, നിന്റെ വിരലിവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ തൊടുക, എൻ്റെ മുറിവ് കണ്ട് നീ വിശ്വസിക്കുക, എൻ്റെ മുറിവിനാലെ നിന്റെ സംശയത്തിൻ്റെ മുറിവിനെ നീ സുഖപ്പെടുത്തുക. വെളിപാട് പുസ്തകം 5:6, റെവലേഷൻ ചാപ്റ്റർ 5 വേഴ്സ്, കൊല്ലപ്പെട്ടതായി കാണപ്പെടുന്ന കുഞ്ഞാട് നിൽക്കുന്നു, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്. കർത്താവ് കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് നമുക്ക് ജീവൻ തരുന്നു. അപ്പം കർത്താവിൽ ഇപ്പോഴും മുറിവുകളുണ്ട്. മിശിഹാ തമ്പുരാൻ്റെ മുറിവ് പോയിട്ടില്ല, മുറിവുകൾ ഇപ്പോഴും ഉണ്ടെന്ന്. ആ മുറിവുകൾ, അതിലെ തോമായോട് പറയുന്നത്, എൻ്റെ കൈവിടെ കൊണ്ടുപോയി എൻ്റെ പാർശ്വത്തിൽ തൊട, ഈ മുറിവിൽ കാണുന്നേ മുറിവുണ്ട്, പക്ഷെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്നത് പ്രകാശമാണ്. കർത്താവിൻ്റെ മുറിവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് പ്രകാശമാണ്, മഹത്വമാണ്. അവൻ ആ മുറിവുകളിലൂടെ നമുക്ക് നൽകുന്നത്. അവൻ്റെ മുറിവുകളെ അവൻ മായ്ച്ചു കളയുകയായിരുന്നില്ല, മറിച്ച് സൗഖ്യത്തിൻ്റെ ഉറവിടമാക്കുകയായിരുന്നു. അവൻ്റെ മുറിവുകൾ സൗഖ്യത്തിൻ്റെ, നമുക്കുള്ള ധ്യാനമാണത്. നമുക്ക് മുറിവുകളേറെയുണ്ട്, പക്ഷേ ആ മുറിവുകളിൽ നിന്ന് ഇപ്പോഴും രക്തം കിനിയുന്നുണ്ട്. കർത്താവിൻ്റെ മുറിവുകൾ പോലെ നമ്മുടെ മുറിവുകളിൽ നിന്ന് പ്രകാശമൊഴുകുന്ന ദിവസമാണ് കുരിശോട് നമ്മൾ ചേരുന്നത്, ഈ മാർഗം, ഈ യാത്ര പൂർത്തിയാകുന്നത്. പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ഒന്ന് നമ്മൾ പല ആവർത്തി ധ്യാനിച്ച പിച്ചള സർപ്പം, ബ്രോൺസ് സർപ്പൻറ്റ്, അതിൻ്റെ പൂർത്തീകരണം യോഹന്നാൻ 3:14 നമ്മൾ കാണുന്നുണ്ട്. ഈശോ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 3:14, ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 14. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് കർത്താവ് തന്നെ അവൻ്റെ കുരിശുമരണത്തെ അന്നത്തെ പിത്തള സർപ്പവുമായി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതായത് മുറിവേറ്റവനെ നോക്കി നാം സൗഖ്യം പ്രാപിക്കുന്നു. വി ലുക്ക് അപ്പോൺ ദ വൂണ്ടഡ് ആൻഡ് വി ആർ ഹീൽഡ്. മുറിവേറ്റവനെ നോക്കി. അപ്പോൾ ഈ മാർഗത്തിൻ്റെ അവസാനം ഈ യാത്ര ചെയ്തവർ അനുഭവിക്കേണ്ടത് ആ സൗഖ്യമാണ്. ഡീപ്പ് ഇൻസൈഡ് വി ആർ വൂണ്ടഡ്. മുറിവേറ്റവരാണ് നമ്മളെല്ലാവരും. ആ മുറിവുകളിൽ സൗഖ്യം അനുഭവിക്കണം ഈ യാത്രയുടെ അവസാനം. യെശയ്യാ 53, ഇതൊക്കെ ഇപ്പോൾ കാണാപ്പാടായില്ലേ? സഫറിങ് സെർവൻറ്റ്, സഹനദാസൻ,
അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സൗഖ്യം ലഭിക്കുന്നത് സഹനത്തെ ഒഴിവാക്കിയല്ല, സഹനത്തെ നേരിട്ട് സഹനത്തെ സ്വീകരിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തിയാണ്. സഹനത്തിലൂടെ കടന്നുപോയി തന്നെ സൗഖ്യം അനുഭവിക്കുന്ന മിശിഹാ തമ്പുരാൻ്റെ ശൈലി. നമ്മളിന്ന് സഹനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അത് ഈ ക്രിസ്തീയ ശൈലിയല്ല. സഹനത്തെ പുൽകി തന്നെ സഹനത്തെ അതിജീവിക്കാൻ, മുറിവുകളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇനി ജെറമ്യ 31-33 അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് നിയമം എഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെറമ്യ 31-33. അതായത് ഈ സൗഖ്യം കേവലം ബാഹ്യമല്ല, അത് ആന്തരികമാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എക്സ്റ്റേണൽ, ഇറ്റ്സ് ഇൻറ്റേർണൽ. കർത്താവ് നൽകുന്ന സൗഖ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സൗഖ്യമാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തേക്ക് ഇങ്ങനെ മെല്ലെ എത്തുമ്പോൾ ഈ വാക്ക് തന്നെ മനസ്സിൽ കിടക്കണേ: അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. കർത്താവെ, ഈ യാത്ര 50-ാം നാൾ ഞങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നിൻ്റെ മുറിവ് ഞങ്ങൾക്ക് സൗഖ്യമാകട്ടെ. ആ അനുഭവം കിട്ടാൻ പ്രാർത്ഥിക്കണം. സാൽവേഷൻ ഹിസ്റ്ററിയിൽ രക്ഷാചരിത്രം മുഴുവൻ എടുത്താൽ നമ്മൾ ഈ ചിന്തിക്കുന്ന ധ്യാനത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? രക്ഷ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന സൗഖ്യമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓട്ടോമാറ്റിക്. അത് ഓട്ടോമാറ്റിക് അല്ല. എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് സൗഖ്യം അങ്ങനെയല്ല. നമ്മളത് സ്വീകരിക്കണം, നമ്മളത് പ്രാപിക്കണം. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താ? അതാണ് കൂദാശകൾ നമ്മൾ പറഞ്ഞത്. സഭയോട് ചേർന്ന് നിൽക്കുന്നത്, നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സൗഖ്യമായി തന്നെ നമ്മളത് അനുഭവിക്കുകയും ചെയ്യും. അഗസ്തിനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, വൂൺസ് ഓഫ് ക്രൈസ്റ്റ് ആർ മെഡിസിൻ ഓഫ് സോൾസ്. കർത്താവിൻ്റെ മുറിവുകൾ നമ്മുടെ ആത്മാവിൻ്റെ ഔഷധമാണ്. കർത്താവിൻ്റെ മുറിവുകൾ നമ്മുടെ ആത്മാവിന് ഔഷധമാണ്. ക്രിസോസ്റ്റം പിതാവ് പറയുന്നു, അവൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്നത് ക്ഷമയാണ്, കൃപയാണ്, ജീവനാണ്. അപ്പോൾ ക്ഷമ വേണ്ടവർ എങ്ങോട്ട് നോക്കണം? കർത്താവിൻ്റെ മുറിവുകളിലേക്ക് നോക്കണം. പാപക്കുഴിയിൽ വീണു പോകുന്നവർ എങ്ങോട്ട് നോക്കണം? കർത്താവിൻ്റെ മുറിവുകളിലേക്ക് നോക്കണം. അവിടെ നിന്ന് എന്ത് ലഭിക്കും? നമ്മൾ കൃപ സ്വീകരിക്കും. മരണക്കെണിയിൽ പെട്ടുപോകുന്നവർ എങ്ങോട്ട് നോക്കണം? കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കണം. അവിടെ നിന്ന് ജീവൻ ഒഴുകുന്നുണ്ട്. എഫ്രൈം പിതാവ്, സഭാപിതാവായ അപ്രയം പറയുന്നു, സ്പിയർ ഓപ്പൺഡ് ദ സൈഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് മെഡിസിൻ ഓഫ് ലൈഫ് ഫ്ലോഡ്. ആ കുന്തം കർത്താവിൻ്റെ പാർശ്വം തുളച്ചു. അവിടെ നിന്ന് ജീവൻ്റെ ഔഷധം പുറത്തേക്ക് ഒഴുകി. അവൻ്റെ മുറിവ് നമുക്ക് സൗഖ്യലേപനമാണ്. അവൻ്റെ മുറിവ് സൗഖ്യത്തിൻ്റെ ഉറവിടമാണ്. സഭയുടെ പഠിപ്പീര് CCC 1999-2000 നമ്മൾ വായിക്കുന്നത്, കൃപ നമ്മളെ സൗഖ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നയിക്കും. ഗ്രേസ് ഹീൽസ് ആൻഡ് എലവേറ്റ്സ് അസ്. ദൈവകൃപ, കർത്താവ് നൽകുന്ന കൃപയുടെ അനുഭവം നമ്മളെ സുഖപ്പെടുത്തുന്നു, നമ്മെ ഉയർത്തുന്നു. CCC 1421 കൂദാശകൾ സൗഖ്യത്തിൻ്റെ കൂദാശകൾ ഇടങ്ങളാകുന്നത്. സൗഖ്യത്തിൻ്റെ കൂദാശകൾ പ്രത്യേകമായി കുമ്പസാരവും രോഗീലേപനവും, അതുകൂടാതെ മാമോദീസായിലും നമ്മൾ സൗഖ്യം അനുഭവിക്കുന്നുണ്ട്. എല്ലാ കൂദാശകൾക്കും സൗഖ്യത്തിൻ്റെ മാനമുണ്ട്, എങ്കിൽ പ്രത്യേകമായി ഈ കൂദാശകൾ. അപ്പോൾ ഈ കൂദാശകളിൽ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കണം നമ്മൾ. അപ്പോൾ സഭയുടെ പഠിപ്പിലില്ല അങ്ങനെ. ഇനി പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ മാർഗം കൺക്ലൂഡിങ് മാർഗമായതുകൊണ്ട് ഓൾറെഡി ടെഡ് നിങ്ങൾ കേട്ടതുകൊണ്ട് അമിതമായി ഭാരപ്പെടുത്തുന്നില്ല. സമാധാനത്തോടെ ഈ ഒരൊറ്റ ധ്യാനം മതി. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ പറയേണ്ടത് ഈ വാക്യം ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചാറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ആയിട്ടോ എവിടെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ എവിടെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെങ്കിലും അറ്റ്ലീസ്റ്റ് കമൻറ്റിലൊക്കെ ഇത് കുറിച്ചിടണം. ബൈ ഹിസ് വൂൺസ് ഐ എം ഹീൽഡ്. അവൻ്റെ മുറിവുകളാൽ ഞാൻ സുഖമാക്കപ്പെട്ടു. അവൻ്റെ മുറിവുകളാൽ ഞാൻ സുഖമാക്കപ്പെട്ടു. ഒത്തിരി കുടുംബങ്ങൾ മുറിവേക്കുന്നവരുണ്ട്, നമുക്കറിയാം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞു. കുടുംബങ്ങളിൽ ഒത്തിരി മുറിവുകളൊക്കെ ഉണ്ട്. തെറ്റിദ്ധാരണയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അവഗണനയുടെയും ഒക്കെ മുറിവുകളേറ്റ, രോഗത്തിൻ്റെ മുറിവുകളേറ്റ, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മുറിവുകളേറ്റ, സമൂഹമേൽപ്പിച്ച അപമാനത്തിൻ്റെ മുറിവുകളേറ്റ കുടുംബങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. സ്നേഹം കിട്ടാതെ പോയതിൻ്റെ മുറിവുകളേറ്റ കുടുംബങ്ങൾ. പക്ഷേ ആ മുറിവുകളെ എല്ലാത്തിൻ്റെയും പരിഹാരം മനുഷ്യരിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത് കേട്ടോ. എല്ലാത്തിൻ്റെയും പരിഹാരം മനുഷ്യരിൽ നിന്ന് കിട്ടുമെങ്കിൽ ഇവിടുത്തെ ജീവിതം എന്ത് സന്തോഷമായിട്ട് പോയനെ. കർത്താവിൻ്റെ കുരിശിലാണ് നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത്. കർത്താവിൽ നിന്നാണ് ആ സൗഖ്യം പ്രാപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഹീൽഡ് ഫാമിലീസ്.
ഈ അനുഭവങ്ങളിലൂടെ അത്തരം കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റുമേ. ഇങ്ങനെ മുറിവേറ്റ കുടുംബം, ഒരിക്കൽ മുറിവേറ്റതാ, പക്ഷെ നമ്മൾ പിന്നെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവർ ആ മുറിവ് സുഖപ്പെടുത്തി. അവരിപ്പോൾ ഓക്കെയാണ്. മുറിവ് അവിടെ ഉണ്ട്, മുറിവിൻ്റെ പാട് അവിടെ ഉണ്ട്, സ്കാർ റിമെയിൻസ്, മുറിപ്പാടുകൾ അവിടെ ഉണ്ട്. പക്ഷേ അവരെ കാണുമ്പോൾ നമുക്കറിയാം അവർ സൗഖ്യം അനുഭവിക്കുന്നുണ്ട്, അവർ സുഖമാക്കപ്പെട്ടവരായി. അപ്പോൾ ഈ ഹീൽഡ് ഫാമിലീസ് ഇല്ലേ, സൗഖ്യം അനുഭവിച്ച കുടുംബങ്ങൾ, അവർ നൽകുന്ന സാക്ഷ്യം വലുതാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നൊരു മുറിവുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ നിങ്ങൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കണമെന്നാണ്. ഇന്നത്തെ മുറിവുകൾ കർത്താവിൻ്റെ സ്ലീവായാലേ സൗഖ്യം പ്രാപിച്ച്, അവൻ്റെ മുറിവുകളാലേ നിൻ്റെ മുറിവിന് സൗഖ്യം നൽകി, സൗഖ്യം സ്വീകരിച്ച് നാളെ നീ സാക്ഷ്യമായി മാറണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രാക്ക്: വൂണ്ട്, ഹീലിംഗ് ആൻഡ് ടെസ്റ്റിമണി. മുറിവ്, സൗഖ്യം, സാക്ഷ്യം. മുറിവ്, സൗഖ്യം, സാക്ഷ്യം. അപ്പോൾ ഹീൽഡ് ഫാമിലീസ്, ദേ ആർ വിറ്റ്നസ്സസ് ഓഫ് ക്രൈസ്റ്റ്. അവർ കർത്താവിൻ്റെ സാക്ഷികളാണ്, സുഖമാക്കപ്പെട്ടവർ. യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയമുള്ള എൻ്റെ യുവജനങ്ങളെ, യുവർ വൂൺസ് വോണ്ട് ഡിഫൈൻ യു. ആരാ പറഞ്ഞേ? തെറ്റിദ്ധരിപ്പിച്ചതാ. നിൻ്റെ മുറിവുകളല്ല നീ, നിൻ്റെ മുറിവുകളല്ല നീ. യുവർ വൂൺസ് വോണ്ട് ഡിഫൈൻ യു, ദേ ക്യാൻ ബിക്കം യുവർ സ്ട്രെങ്ത്. ഇന്ന് നീ ഏറ്റ മുറിവാണ് നാളെ നിൻ്റെ ബലം. നിങ്ങൾ നിങ്ങളുടെ തൊട്ട് മുമ്പ്, വലിയ പ്രായമുള്ളവരോട് വേണ്ട, നിങ്ങളുടെ തൊട്ട് മുമ്പേ നടന്നവരോട് ചോദിക്കുക, അവരേറ്റ മുറിവുകളാണ് അവരുടെ ബലമായിട്ട് മാറിയത്. ആ മുറിവാണ് അവരുടെ തൻ്റെ ഇടമായിട്ട് മാറിയത്. നമ്മൾ പറയാറില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന്. ഇന്ന് നീ ഏറ്റ മുറിവ് നാളെ നിനക്ക് നൽകാൻ പോകുന്ന ആത്മശക്തിക്ക് കണക്കില്ല. ഈ മുറിവ് നിന്നെ ബലപ്പെടുത്തും. ഈ മുറിവ് നിനക്ക് നൽകുന്ന സ്ഥൈര്യമുണ്ട്, ധൈര്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്. അതുകൊണ്ട് നിൻ്റെ മുറിവല്ല നിന്നെ നിശ്ചയിക്കുന്നത്, നിൻ്റെ മുറിവ് നാളെ നിൻ്റെ സ്ട്രെങ്താണ്, നിൻ്റെ ബലമാണെന്ന് തിരിച്ചറിയണം. ഹോംവർക്ക് തരികയാണ്, അവസാനത്തെ മാർഗമല്ലേ. ഹോംവർക്ക് ഐദർ ചെയ്യാമെന്നോ ചെയ്തുവെന്നോ പറയണം കേട്ടോ. അവസാനത്തെ ഹോംവർക്കല്ലേ ഈ ധ്യാനത്തോടെ. ഏത് ധ്യാനത്തോടെയാ? ബൈ ഹിസ് വൂൺസ് ഐ ആം ഹീൽഡ്. ഈ സൗഖ്യം അനുഭവിച്ച നമ്മൾ മാർഗം അവസാനിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ സുഖമാക്കപ്പെട്ടവരായി ജീവിക്കണം. ഉദ്ധാനത്തിൻ്റെ പുഞ്ചിരിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു, ടെഡിലേക്ക് നമ്മൾ കയറി. അപ്പോൾ ആ ശുശ്രൂഷയിൽ സൗഖ്യം അനുഭവിച്ചവർ ഉദ്ധാനത്തിലേക്ക്, ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹോംവർക്ക് 3. ബ്രിങ് 1 വൂണ്ട് ടു ക്രൈസ്റ്റ് ഇൻ പ്രയർ. നിൻ്റെ ഒരു മുറിവിനെ തിരിച്ചറിഞ്ഞ്, നിൻ്റെ ഒരു മുറിവിൻ്റെ ഒരെണ്ണം മതി, എല്ലാം കൂടി ഇപ്പോൾ വേണ്ട, ഒരു മുറിവിൻ്റെ മേഖലയെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രാർത്ഥനയിൽ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരിക. അതാണ് ബ്രിങ് 1 വൂണ്ട് ടു ക്രൈസ്റ്റ് ഇൻ പ്രയർ, കൊണ്ടുവരിക. 2, ആ മുറിവിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം ആഗ്രഹിച്ച് സീക്ക് ഹീലിംഗ്, കർത്താവിൻ്റെ സൗഖ്യം. അത് കുമ്പസാരത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, രമ്യപ്പെടലിലൂടെ സൗഖ്യമാഗ്രഹിക്കും, പ്രത്യേകിച്ച് കുമ്പസാരത്തിലെ കുർബാനയിലൂടെ. അപ്പോൾ ഈ മുറിവ് എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കർത്താവിലേക്ക് പ്രാർത്ഥനയിൽ കൊണ്ടുവരിക, അത് കുമ്പസാരത്തിൽ കാഴ്ചവെക്കുക, പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. 3, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബി ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഹീലിംഗ്. മറ്റുള്ളവരുടെ മുറിവുകളിൽ നീ സൗഖ്യത്തിൻ്റെ ഉപകരണമാകണം. കർത്താവ് നൽകുന്ന സൗഖ്യത്തിൻ്റെ ഉപകരണമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വർത്തിക്കണം. ഈ 3 ഹോംവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ, ശ്രമിച്ചു നോക്കിക്കേ. അവിടെയാണ് മാർഗം, ഈ യാത്ര അർത്ഥവത്താകുന്നത്. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ പാത്രമാവണം. ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ പാത്രമാകണം. 2, കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ഉപകരണമാകണം. ബി എ വെസൽ ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ജീസസ് മേഴ്സി. നല്ലതല്ലേ? ബി എ വെസൽ ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ജീസസ് മേഴ്സി. നമ്മുടെ കർത്താവിൻ്റെ കരുണയുടെ പാത്രമാവുക, സൗഖ്യത്തിൻ്റെ പാത്രമാവുക, ഒപ്പം സൗഖ്യത്തിൻ്റെ ഉപകരണവും ആവുക. ലോർഡ് ഹീൽ മീ ആൻഡ് മേക്ക് മീ എ ഹീലർ. ഇന്നത്തെ പ്രാർത്ഥന അതാണ്. ലോർഡ് ഹീൽ മീ ആൻഡ് മേക്ക് മീ എ ഹീലർ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. ഒപ്പം എന്നെ നീ സൗഖ്യദായകനാക്കണമേ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ നീ സൗഖ്യദായകനാക്കണമേ. ലോർഡ് ഹീൽ മീ ആൻഡ് മേക്ക് മീ എ ഹീലർ. പ്രിയമുള്ളവരെ,
യാത്ര അവസാനിക്കുകയാണ്. മാർഗം എന്താണെന്ന് ചോദിച്ചാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മാർഗം എന്നാൽ കേവലം ഒരു വഴിയല്ല, മാർഗം ഒരു വ്യക്തിയാണെന്നായിരുന്നു. ആരായിരുന്നു ആ വ്യക്തി? ജീസസ് ക്രൈസ്റ്റ്. ഈശോ മിശിഹായാണ് മാർഗമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ മാർഗത്തിൻ്റെ വഴിയാണ് നമ്മൾ നടന്നത്. ഈശോ മിശിഹ എന്ന മാർഗത്തിൻ്റെ വഴിയാണ് നമ്മൾ നടക്കാൻ ശ്രമിച്ചത്. ഈ മാർഗം അനുസരണത്തിൻ്റെ മാർഗമാണ്. ഈ മാർഗം സഹനത്തിൻ്റെ മാർഗമാണ്. ഇത് ബലിയുടെ മാർഗമാണ്. ഇത് സമർപ്പണത്തിൻ്റെ മാർഗമാണ്. ഇത് നിശബ്ദതയുടെ മാർഗമാണ്. ഇത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. അങ്ങനെ മിശിഹ എന്ന മാർഗത്തിൽ നമ്മൾ ചലിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ അനുസരണം, സഹനം, സമർപ്പണം, നിശബ്ദത, സ്നേഹം, ഓൾ ദീസ് തിങ്സ് കൺവേർജ് ഇൻ വൺ പോയിന്റ്. ഇതെല്ലാം ഒറ്റ സ്ഥലത്തെത്തുന്ന പേരാണ് ഈശോ മിശിഹ. അവനാണ് മാർഗം. മിശിഹായിൽ ചരിക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ ഇത് യാത്രയുടെ അവസാനമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ ജേർണി, ഇറ്റ്സ് എ ബിഗിനിങ്. ഇത് അടുത്ത യാത്രയുടെ ആരംഭമാണ്. കർത്താവിൻ്റെ പരിപാലനയിലല്ലേ ടെഡ് ആരംഭിച്ചത്? അല്ലെങ്കിൽ മാർഗം അവസാനിച്ചെന്നായി പോകുമായിരുന്നു. മാർഗം അവസാനിക്കുന്നില്ല. നിത്യതയോളം നമ്മൾ നടത്തേണ്ടതാണ് മാർഗം, യാത്ര. അപ്പോൾ മാർഗം അവസാനിക്കുന്നിടത്ത് തിരുവുദ്ധാനത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നു. ദ 8th ഡേ, 8ാം നാളിലേക്ക് നമ്മൾ നടത്തുന്ന യാത്ര. അത് മിസ്സാക്കരുത്. അത് സ്നേഹപൂർവ്വം ഏറ്റെടുക്കുക. നന്ദി പറയുകയാണ് കേട്ടോ. എൻ്റെ ഈശോയെ എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല. അപ്പോൾ നിങ്ങൾ പറയാറുണ്ട്, അത്ഭുതമാണ് അച്ചോ ഇത് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയത്. എന്നോട് എന്തോരം യൂത്ത്, എനിക്ക് യുവജനങ്ങളെക്കുറിച്ച് വലിയ മതിപ്പ്. ഒത്തിരി പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ഇത്തവണ നോമ്പെടുത്തു. ഞാൻ ഈ ട്രഡീഷണൽ നോമ്പിനോടൊക്കെ അല്പം മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. ഇന്നും കൂടെ വന്നൊരു മെസ്സേജ് അതാണ്. ഒരു കുട്ടി അയച്ചത്, ഞാൻ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു, ട്രഡീഷണൽ നോമ്പിനോടൊന്നും എനിക്ക് വലിയ മതിപ്പില്ലായിരുന്നു, ഇറച്ചിയും മീനും അതൊക്കെ ആർക്കും പറ്റുമെന്നായിരുന്നു, അതൊന്നും ലക്ഷറി ഒന്നും അല്ലെന്നായിരുന്നു. പക്ഷേ ഞാൻ ഇത്തവണ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തൊരു സ്ട്രഗിളാണ് ഇത് എടുക്കണമെങ്കിൽ. പലതവണ എനിക്ക് പ്രലോഭനം ഉണ്ടായിരുന്നു ഇത് ബ്രേക്ക് ചെയ്യാൻ. പക്ഷേ ഞാനത് ബ്രേക്ക് ചെയ്യാതെ ഐ ഹാവ് മാസ്റ്റേർഡ് മൈ സെൽഫ്. അതെന്നെ ബലപ്പെടുത്തി വെച്ചു. യുവജനങ്ങൾ ഒത്തിരി പേര് ഇത് പങ്കെടുത്തു. അവരെ നന്ദിയോടെ ഓർക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു. ടെഡ് കൂടുതലായിട്ട് പങ്കെടുക്കുക. നിങ്ങൾ ഒത്തിരി പേര് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ടിജോച്ചനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ടിജോച്ചൻ ഇതിൻ്റെ ഈ സ്ട്രഗിൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തേക്കരുത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം 50 ദിവസം ഉപാസിച്ചിരിക്കുകയായിരുന്നു എന്ന്. അല്ല, എനിക്ക് എൻ്റെ ഡ്യൂട്ടീസ് വേറെ ഉണ്ടായിരുന്നു. ധ്യാനങ്ങൾ, ക്ലാസ്സുകൾ, അത് ഓരോ ആഴ്ചയിലും യാത്രകൾ, ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇത് നടന്നത് എൻ്റെ മെച്ചം അല്ല ഒട്ടും. ഇത് ദൈവം തീരുമാനിച്ചിരുന്നു ഇത് നടത്തണമെന്ന്, ഇത് മുടങ്ങരുതെന്ന് കർത്താവ് തീരുമാനിച്ചിരുന്നു. ഒത്തിരി പേര് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ഒരാൾ പറയുമായിരുന്നു, അച്ചോ ഞാൻ ഇത് 50ാമത്തെ എപ്പിസോഡ് ഇറങ്ങിയിട്ട് വേണം എനിക്ക് നാളെ എൻ്റെ ഇടവക പള്ളിയിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ നേർച്ച നേർന്നായിരുന്നെന്ന്. അതെങ്ങനെയായാലും മനുഷ്യൻ എത്ര ഓൺ ചെയ്യുകയാണ് അവർ ഈ ശുശ്രൂഷയൊക്കെ, എത്ര അവരുടെ സ്വന്തമാക്കി എടുത്തിരിക്കുകയാണ്. 50 ദിവസം മുടങ്ങാതെ ഞാനിത് പൂർത്തിയാക്കിയാൽ അവർ പോയി മെഴുതിരി കത്തിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് നേർച്ച നേർന്നായിരുന്നെന്ന്. അത് വലിയ കാര്യമല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ഏറ്റെടുത്തത്. ഞാനും ഇതിനുള്ള യോഗ്യത കൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷേ അത് കർത്താവ് ഉപകരണമാക്കിയത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ കരം ഉണ്ടായിരുന്നു. കാരണം ഇത് എളുപ്പമല്ല ഇത് ഒരുങ്ങാൻ, ഇത് എടുത്താൽ തന്നെ ഉണ്ടല്ലോ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഇതെടുത്താലും ഇത് ചിലപ്പോൾ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും. നമ്മുടെ എക്യുപ്മെൻറ്റ്സിന് ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ സ്റ്റക്കായി പോകും. ഇനി നെറ്റ് സ്ലോ ആയി പോകും. ചിലപ്പോൾ അതിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും നെറ്റൊക്കെ സ്ലോ ആവും. ഉദ്ദേശിക്കുന്ന പോലെ ഇത് പോകുന്നില്ല. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ഇത് എടുത്തിടുകയാണ്, പക്ഷെ ഇത് അപ്ലോഡ് ആകുന്നില്ല. ഞാൻ ഇവിടുന്ന് എടുത്ത് ഇത് നാട്ടിൽ നമ്മുടെ എഡിറ്റിംഗ് ടീമിന് ഇത് അയച്ചു കൊടുത്ത് അവരത് എഡിറ്റ് ചെയ്ത് അവരവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് ആണ് നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ട്രഗിൾ വന്നാൽ ഇത് ബ്രേക്കായി പോയെന്നെ. പക്ഷേ അത് വന്നില്ല. അത് കർത്താവ് കാത്തു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് വൈകി. ഇന്നത്തെ എപ്പിസോഡ് അല്പം വൈകുന്നത് ഇങ്ങനത്തെ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് കൂടിയാണ്. പിന്നെ ഉള്ള സമയത്തല്ല ഇത് എടുക്കുന്നത്, അതുകൊണ്ടാണ് വൈകുന്നത്. പക്ഷെ മുടങ്ങിയിട്ടില്ലല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. കുറേയേറെ പേര് എൻ്റെ ഈ ടീമിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, എഡിറ്റിംഗ് ടീം പ്രത്യേകിച്ച്. അതിൽ തന്നെ നിങ്ങൾ പ്രത്യേകം പേര് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ആ പേര് കിടക്കട്ടെ, അവൻ്റെ പേര് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഷാരോൺ എന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഈ വീഡിയോസൊക്കെ ഇത്ര ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒത്തിരി അധ്വാനിക്കുന്നത്. അപ്പോൾ ഷാരോണെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുക.
പിന്നെ ഈ 5:30 ബ്ലെസ്സിങ് ഒക്കെ മുടങ്ങാതെ എല്ലാ ദിവസവും എത്തിയില്ലേ. ഒരു ചേച്ചി അനിയത്തിയാണ് ഈ പാട്ടുകളൊക്കെ എല്ലാ ദിവസവും മുടങ്ങാതെ പാടിക്കൊണ്ടിരുന്നത്, സോണിയായും സോഫിയായും. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളിലേക്ക് ഈ വീഡിയോ അയച്ചു തരാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടീം വേറെയുണ്ട്. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ടീമുണ്ട്. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ വലിയൊരു ടീം വർക്ക് നടക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇവരെയൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെയുള്ളവർ ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മളിലേക്ക് ഇതൊക്കെ എത്തുന്നത്. അവരെ നന്ദിയോടെ ഓർക്കുക. പിന്നെ ഒപ്പം എനിക്ക് ഓരോ സമയത്തും കർത്താവ് ആരെങ്കിലും കോതു, അത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഞാനങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഓരോ സമയത്തും കർത്താവ് ആരെങ്കിലുമൊക്കെ തോന്നിപ്പിക്കും, എന്തെങ്കിലും ഒരു സപ്പോർട്ട് തരണോ, അച്ചോ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് ചിലവില്ലേ, എന്തെങ്കിലും ചെയ്യണോ. അത് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ദൈവമേ, നമ്മൾ ആദ്യം വിളിക്കുന്ന ഈശോയെ വിളിക്കുന്ന ഈശോയെ, നീ അങ്ങനെ അറിഞ്ഞത്, നീ അങ്ങനെ അറിഞ്ഞത്, നീ അങ്ങനെ അവരെ അറിയിച്ചു ഇത് കൃത്യസമയത്ത്. അങ്ങനെ പിന്തുണ തരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും അറിയാമല്ലോ, അങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അത് ചിലരൊക്കെ നമ്മുടെ കുട്ടികളെ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് അച്ഛനിങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന അവർ നല്ല മനസ്സിന്, പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരാൾക്ക് തന്നെ തോന്നി ചെയ്യുന്നതൊക്കെ, അതൊക്കെ ശരിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ദൈവം മനുഷ്യരുടെ ഉള്ളിൽ നീ എങ്ങനെയൊക്കെയാണ് നന്മ നിക്ഷേപിക്കുന്നതെന്ന് അവരെയൊക്കെ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാണാം നമുക്കിനി വീണ്ടും. പുസ്തകത്തെക്കുറിച്ച് കൂടി പറയാം. പുസ്തകം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ മലയാളത്തിലുള്ളത് എഴുതി, മലയാളം ഒരു കാൽഭാഗത്തോളമൊക്കെ മലയാളം എടുക്കുന്നു. കാൽഭാഗം എത്തിയില്ല, ഒരു 10-12 ചാപ്റ്റേഴ്സോളം മലയാളത്തിൻ്റെത് ഓരോ ചാപ്റ്റർ വൈസ് എഴുതി വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടത് എഴുതി വരുന്നുണ്ട്. ഇംഗ്ലീഷും നടക്കുന്നുണ്ട് പാരലായിട്ട് തന്നെ. മലയാളം ഓൾറെഡി ഞാൻ പറഞ്ഞത് കൊണ്ട് മലയാളം വായിക്കുമ്പോൾ എനിക്കത് കണക്റ്റഡ് ആകുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇംഗ്ലീഷിൽ ഇത് വായിക്കുമ്പോൾ കുറേ കൂടെ ആ ലാംഗ്വേജിൻ്റെ ബ്യൂട്ടി ഉണ്ടല്ലോ ഇംഗ്ലീഷിന്, നന്നായിരിക്കുന്നു അതും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് ഓർഡർ ചെയ്യുക. ഈ ഹോളി വീക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ ഓർഡറിൽ റെസ്പോണ്ട് ചെയ്യാൻ നമ്മുടെ ടീമിന് പറ്റിയിട്ടില്ല. അവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും പള്ളിയിലും ഒക്കെ ആയിരുന്നല്ലോ. ഇനി വരുന്ന ഒരാഴ്ച അവർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നമ്പറിൽ ഈ പറഞ്ഞ ബുക്കിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷും മലയാളവും പുറത്തുനിന്നുള്ളതുമൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ, കാരണം പുറത്തുനിന്നൊക്കെ കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ബുക്സിൻ്റെ ഒക്കെ അത് നമ്മുടെ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഓർഡേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം. അപ്പോൾ അത് നടക്കട്ടെ. അത് ഒപ്പം തന്നെ ഈ പറഞ്ഞ കണക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ശുശ്രൂഷയോട് സഹകരിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അതും നിങ്ങൾക്ക് നമ്മുടെ ടീം അംഗങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ടെഡ് കാണുക, തിരുവുദ്ധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക, ഉയർത്തെഴുന്നേറ്റവൻ്റെ സമൂഹമായി ജീവിക്കുക, പരസ്പരം പ്രാർത്ഥനയിൽ കാണാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു അല്പനേരം പ്രാർത്ഥിച്ച് കർത്താവിന് നന്ദി കരയേറ്റി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിൻ്റെ കരുണയിൽ ഞങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് തിരുനാമത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിൻ്റെ അധികാരത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ നിൻ്റെ മുറിവിനാലെ സൗഖ്യം അനുഭവിച്ചവരായി ഞങ്ങൾ ജീവിക്കട്ടെ. തിരുമുറിവുകളാലെ ഞങ്ങൾ സുഖമാക്കപ്പെട്ടു. ഈ ശുശ്രൂഷയോർത്ത് നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയ്ക്ക് പിന്തുണ തരുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇനിയും ശുശ്രൂഷ തിരുസഭയോട് ചേർന്ന് കൂദാശകളോട് ചേർന്ന് ആയിരങ്ങളിലേക്ക് എത്തുവാൻ തക്കവിധം നീ ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. ഞങ്ങളെ നീ പൗത്രീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോരുത്തരുടെ മേലും, അവരുടെ കുടുംബങ്ങളുടെ മേലും, മക്കളുടെ മേലും, തലമുറകളുടെ മേലും നിൻ്റെ ആശീർവാദം നീ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.